ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ Sreelatha Jayachandran. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് പോളിനോമിയൽ റെപ്രസെന്റേഷൻ ആണ് അല്ലേ. അത് അറയിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ വീഡിയോ കാണുന്നവർ മറക്കാതെ ചെയ്യേണ്ട ഒരു സാധ്യതയുണ്ട്. മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു വരുത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പോളിനോമിയൽ അഡീഷൻ ആണ്. രണ്ട് പോളിനോമിയലിനെ എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ അതിനകത്തുള്ള കണ്ടീഷൻ എന്താണ്? നമ്മൾ പറഞ്ഞെന്താണ്, അറേ പറഞ്ഞപ്പോൾ രണ്ട് കോളം ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. എത്ര ടേംസ് ഉണ്ടോ അത്രയും റോ കാണും, അതുപോലെ രണ്ട് കോളം കാണും. അപ്പോൾ ഏത് പോളിനോമിയൽ എടുത്താലും രണ്ട് കോളമാണുള്ളത്. കോളം എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്, 2 ആണ്. ഓക്കെ. അപ്പം ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് എന്തായിരിക്കും? കോഎഫിഷ്യന്റ് ആയിരിക്കും. സെക്കൻഡ് കോളം എന്ന് പറയുന്നത് എക്സ്പോണന്റ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ അഡീഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, എക്സ്പോണന്റ് സെയിം ആണെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, എക്സ്പോണന്റ് സെയിം ആണെങ്കിൽ ആഡ് ചെയ്യാം അല്ലേ. നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഇവിടെ പറയാണ് 5x² + 3x + 4. ഓക്കെ. അടുത്തതെന്ന് പറഞ്ഞാൽ 2x² + 6x + 3 എന്ന് ഞാൻ കൊടുത്താലേ ഇത് എങ്ങനെ ആഡ് ചെയ്യാം? ഇതിന്റെ നമ്മൾ പറഞ്ഞു സെക്കൻഡ് കോളം എക്സ്പോണന്റ് അല്ലേ. എക്സ്പോണന്റ് സെയിം ആണോ എന്ന് നോക്കാം. എക്സ്പോണന്റ് സെയിം ആണെങ്കിൽ ആഡ് ചെയ്യാം. ഈ ഇക്വേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ എന്താണ്, എല്ലാ എക്സ്പോണന്റ് സെയിം ആണ് അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഫസ്റ്റ് ടേമിന്റെ എക്സ്പോണന്റ് രണ്ടും 2 ആണ്. അത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. അതിന്റെ കോഎഫിഷ്യന്റ് പാർട്ട് തമ്മിൽ ആഡ് ചെയ്യാം. അപ്പൊ എത്ര വന്നു? 7x² വന്നു. പിന്നെ വന്നത് അടുത്ത രണ്ടിന്റെയും എക്സ്പോണന്റ് 1 ആണ്. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ന് വന്നു 9x. അടുത്തതിന്റെ എക്സ്പോണന്റ് എത്രയാണ്? രണ്ടും 0 ആണ് അല്ലേ. നമ്മൾ പറഞ്ഞു x⁻0. എനി നമ്പർ റൈസ് ടു 0 എന്താണ്? 1 ആണ്. അപ്പൊ x⁻0 എന്ന് പറയുമ്പോൾ എന്താണ്? 1 ആണ്. അപ്പൊ 4 × 1 1. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ആ പാർട്ട് വരാത്തത്, എഴുതാത്തത്. അപ്പൊ ഇവിടെ രണ്ടിലും 0 ആണ്. 0 ആകുമ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുക 7. ഓക്കെ. ഇതിൽ നമുക്ക് വേറെ ചെക്കിങ്ങിന്റെ ഒന്നും ആവശ്യം ഈ ഒരു കേസിൽ വരുന്നില്ല. പക്ഷെ നമ്മൾ ജനറലൈസ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കണ്ടീഷൻ അവിടെ കൊടുക്കണം അല്ലേ. എന്താണ് എങ്ങനെയാണ് വരുന്നത്? നമുക്ക് വേറൊരു എക്സാമ്പിൾ എഴുതാം. 5x² + 3x + 4. ഓക്കെ. ആദ്യത്തെ ഇക്വേഷൻ ഞാൻ അങ്ങനെ തന്നെ എഴുതി. അടുത്ത ഇക്വേഷൻ വരുന്നത് 2x + 5 അങ്ങനെയാണ് കൊടുക്കുന്നതെങ്കിൽ എന്താണ്, ഇവിടെ എക്സ്പോണന്റ് പാർട്ട് 2 ഉണ്ട്, ഇവിടെ എക്സ്പോണന്റ് പാർട്ട് 2 ഇല്ല. ഓക്കെ. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ആഡ് ചെയ്യും? ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു എക്സ്പോണന്റ് പാർട്ട് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഈ ടേം ഇതുപോലെ തന്നെ ആദ്യം എഴുതുക. ഓക്കെ. 5x² എന്നുള്ള ടേം അതുപോലെ തന്നെ എഴുതുക. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ടേം വരുന്നത് എന്താണ്? രണ്ടിനും x⁻1 ആണ് വരുന്നത്. അപ്പൊ 2x ഇവിടെ വരുന്നുണ്ട്, 3x വരുന്നുണ്ട്. അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് എത്ര എഴുതി? 5x എഴുതി. ഓക്കെ. ഇതിന് രണ്ടിന്റെയും എക്സ്പോണന്റ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് 9 എഴുതി. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. സപ്പോസ് നമ്മൾ കൊടുക്കുന്ന ഇക്വേഷൻ ഇങ്ങനെ നോക്കൂ, 7x³ x⁻4 + 5x² + 2. ഓക്കെ. ഇങ്ങനെ കൊടുത്തു. അടുത്ത ടേം വരുന്നത് ഇപ്പൊ സപ്പോസ് വരികയാണ് 3x³ + 5 ഇങ്ങനെയാണ് വരുന്നതെന്ന് വെക്കും. അപ്പൊ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഇത് ആദ്യം എക്സ്പോണന്റ് നോക്കും. ഈ എക്സ്പോണന്റ് ഇവിടെ 4 ഇല്ല അല്ലെ. എക്സ്പോണന്റ് ഇവിടെ 4 ഇല്ല. എക്സ്പോണന്റ് 4 ഇല്ലാത്തതുകൊണ്ട് എന്താ ചെയ്യുക? ഈ ടേം ഇതുപോലെ എഴുതുക. 7x⁻4 എഴുതി. ഓക്കെ. അടുത്ത ഗ്രേറ്റർ ആയിട്ട് വരുന്ന ഏതാണ്? 3 ആണ് അല്ലെ. അപ്പൊ 3 എടുത്തിട്ട് എന്താണ്, ഇവിടെ 3 ഉണ്ടോ? 3 ഇല്ല അല്ലെ. ഈ പാർട്ടിൽ 3 ഇല്ല. അപ്പൊ ഇത് എന്ത് ചെയ്യുക? 3x³ എന്നുള്ളത് ഇതുപോലെ എഴുതാം. ഓക്കെ. അടുത്ത ഇതിനകത്ത് തൊട്ട് ലെസ് ആയിട്ട് വരുന്ന ഏതാണ്? x⁻2 ആണ് അല്ലെ. ആ ടേം ഇവിടെ ഇല്ല അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? ഇവിടെ അതുപോലെ എഴുതുക. x⁻5x⁻2 എഴുതി. അടുത്തതിന്റെ എക്സ്പോണന്റ് രണ്ടും 0 ആണ്. അപ്പൊ അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് 7. കണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പോളിനോമിയൽ അഡീഷൻ ചെയ്യുന്നത്. എക്സ്പോണന്റ് പാർട്ട് സെയിം ആണെങ്കിൽ എന്ത് ചെയ്യണം? എക്സ്പോണന്റ് പാർട്ട് സെയിം ആണെങ്കിൽ അതിന്റെ കോഎഫിഷ്യന്റ് ആഡ് ചെയ്യണം. സപ്പോസ് അങ്ങനെ ഒരു എക്സ്പോണന്റ് പാർട്ട് സെക്കൻഡിനകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആ പാർട്ട് അതുപോലെ തന്നെ എഴുതാം. ആ കോഎഫിഷ്യന്റ് ഉൾപ്പെടെ അതുപോലെ എഴുതാം. ഓക്കെ. അതാണ് ഇതിനകത്ത് വരുന്ന പിന്നെ പോളിനോമിയലിന്റെ അഡീഷൻ എന്ന് പറയുന്നത്. ഓക്കെ. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് അറിയിക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ലോജിക്ക് എല്ലാവർക്കും മനസ്സിലായി അല്ലേ. അപ്പൊ ഇതിന് പ്രോഗ്രാം കോഡ് എങ്ങനെ എഴുതുമെന്ന് നോക്കാം നമുക്ക്. എന്നിട്ട് ഞാൻ ഫുൾ പ്രോഗ്രാം ആയിട്ട് എഴുതില്ല, ആ ഒരു ബ്ലോക്ക് മാത്രമായിട്ടാണ് എഴുതുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആഡ് പോളി എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷനായിട്ട് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് പാസ് ചെയ്തിരിക്കുന്ന വാല്യൂ എന്തൊക്കെയാണ്? 2 അറേ അല്ലെ. എ എന്നും ബി എന്നും പറയുന്ന 2 അറേ ഉണ്ട്. പിന്നെ പറയുന്നത് എമ്മും എന്നും ആണ്. എം എൻ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ടേംസ് ആണ്. ഓക്കെ. എം എന്ന് പറയുന്നത് ആദ്യത്തെ എയുടെ നമ്പർ ഓഫ് ടേംസും എൻ എന്ന് പറയുന്നത് ബിയുടെ നമ്പർ ഓഫ് ടേംസും ആണ്. ഓക്കെ.
എന്നിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അനദർ ഒരു അറേ വേണം അല്ലെ. സി എന്ന് പറഞ്ഞൊരു അറേ, ഞാനത് ഈ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, റോ നമ്പർ ആണ് അല്ലെ. റോ നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റില്ല. കാരണം നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ റീഡ് ചെയ്യുന്ന പോളിനോമിയലിന്റെ ടേമിനെ ഡിപ്പെൻഡ് ചെയ്ത്, ടേമിനെയും കോഎഫിഷ്യന്റിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇതിന്റെ റോ മാറാം അല്ലേ. അപ്പൊ ഇവിടെ ഞാനിവിടെ 20 ആയിട്ട് കൊടുത്തു. അപ്പൊ നമുക്ക് എത്ര റോ, 20 റോ വരെ നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞു കോളം എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, 2 ആണ്. ഓക്കെ, അപ്പൊ അവിടെ 2 ആയിട്ട് തന്നെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് 3 വേരിയബിൾ കൊടുത്തിട്ടുണ്ട്, i = 0, j = 0, k = 0. ഓക്കെ, i എന്ന് പറയുന്ന 3 കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. i എന്ന് പറയുന്ന a എന്ന് പറയുന്ന അറേ കൺട്രോൾ ചെയ്യാനും, j പറയുന്നത് b അറേ കൺട്രോൾ ചെയ്യാനും, അതുപോലെ k എന്ന് പറയുന്നത് c യുടെ അറേ കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ട് 3 വേരിയബിൾ. ഓക്കെ, അതായത് ഓക്കെ ഇവിടെ കണ്ടീഷൻ പറഞ്ഞേക്കുന്നത് എന്താണ്, while i less than m and j less than n, അതായത് നമ്പർ ഓഫ് ടേംസിനേക്കാളും ഐയും ജെയും കുറവാണെങ്കിൽ എന്ത് ചെയ്യും, ഈ ലൂപ്പിനകത്തോട്ട് കയറുക അല്ലേ. അതായത് m ആയി കഴിഞ്ഞാൽ ഒന്നുകിൽ ഐയുടെ വാല്യൂ m ആവുകയോ അല്ലെങ്കിൽ ജെയുടെ വാല്യൂ n ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കണ്ടീഷൻ നമുക്ക് നോക്കണ്ട അല്ലേ. അപ്പൊ അതാണ് ഇവിടെ പറയുന്ന കണ്ടീഷൻ. ഈ 2 കണ്ടീഷൻ ആൻഡ് യൂസ് ചെയ്യും എന്നാണ്, 2 കണ്ടീഷനും ട്രൂ ആണെങ്കിൽ അല്ലെ. ട്രൂ ആണെങ്കിൽ എന്താ ചെയ്ത, ഇഫ് a of i1 അല്ലെ, i1 എന്ന് പറയുമ്പോൾ എന്താണ്, സെക്കൻഡ് കോളം അല്ലെ. ഐയുടെ ബിഗിനിങ്ങിലെ വാല്യൂ, ഐയുടെ വാല്യൂ 0 ആണ്, ജെയുടെ വാല്യൂ 0 ആണ്. അപ്പൊ 0 1, എയുടെ 0 1 ആണ്, ബിയുടെയും 0 1 ഈക്വൽ ആണെങ്കിൽ, അതായത് എക്സ്പോണന്റ് പാർട്ട് ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്തു, ഈ ലൂപ്പിനകത്ത് ഈ ഇഫിനകത്ത് കയറിയിട്ട് കെയുടെ വാല്യൂ ബിഗിനിങ്ങിൽ എന്താ 0 ആണ് അല്ലെ. അപ്പം അതിന്റെ സി ഓഫ് 0 0 എന്ന് പറയുന്ന പൊസിഷൻ അല്ലെ, കെയുടെ വാല്യൂ 0 ആണ്. ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ 0 തന്നെ കൊടുത്തേക്കുന്നത് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറഞ്ഞു, a of i0 പ്ലസ് b of j0 എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ ബിഗിനിങ്ങിൽ 0 ആണ്, ജെയുടെ വാല്യൂ ബിഗിനിങ്ങിൽ 0 ആണ്. അപ്പൊ 0 0 പ്ലസ് b of j 0 0, a of 0 0 പ്ലസ് b of 0 0 ആഡ് ചെയ്ത് ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറഞ്ഞു, c of 0 0 സ്റ്റോർ ചെയ്യാൻ പറഞ്ഞു. അതായത് രണ്ടിന്റെയും കോഎഫിഷ്യന്റ് പാർട്ട് എടുത്തിട്ട്, അതായത് അല്ലെ 0 0 എന്ന് പറയുന്ന ഫസ്റ്റ് കോളം ഫസ്റ്റ് റോ ആണ് അല്ലെ, ആ 2 പാർട്ടും എടുത്ത് സം ചെയ്ത് എവിടെ ആഡ് ചെയ്യാൻ പറഞ്ഞു, സിയിലോട്ട് ഇടാൻ പറഞ്ഞു അല്ലെ, സ്റ്റോർ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, c of k1 = എന്ത് പറഞ്ഞു, a of i1 അല്ലെ. അതായത് എക്സ്പോണന്റ് പാർട്ട് ഇപ്പൊ സെയിം ആണെങ്കിലാണ് നമ്മൾ ഈ കണ്ടീഷൻ പറഞ്ഞത്. സെയിം ആണെങ്കിൽ കോഎഫിഷ്യന്റ് പാർട്ട് അതുപോലെ തന്നെ ആഡ് ചെയ്തിട്ട് എയുടെ എക്സ്പോണന്റ് പാർട്ട്, എയുടെ ആയാലും ബിയുടെ ആയാലും കുഴപ്പമില്ല അല്ലെ, 2 സെയിം അല്ലേ. അതിന്റെ എക്സ്പോണന്റ് പാർട്ട് എടുത്തിട്ട് എന്ത് ചെയ്തു, സിയുടെ എക്സ്പോണന്റ് എന്ന് പറയുന്ന ആ ഒരു കോളത്തിലോട്ട് റൈറ്റ് ചെയ്യാൻ പറഞ്ഞു. മനസ്സിലായോ? ഇത് എങ്ങനെ കണ്ടിന്യൂ ചെയ്യാം അല്ലെ, ഐ ഇൻക്രീസ് ചെയ്തു, ജെ ഇൻക്രീസ് ചെയ്തു, കെ ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ഇത് കണ്ടിന്യൂ ചെയ്യാനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ സപ്പോസ് ഇത് സെയിം അല്ലെങ്കിൽ അല്ലെ, എക്സ്പോണന്റ് പാർട്ട് സെയിം അല്ലെങ്കിൽ എന്താണ്, എൽസിഫിൽ വരും അല്ലെ. എൽസിഫിൽ വന്നിട്ട് എന്താണ്, a of i1 ഗ്രേറ്റർ ദാൻ b of j1 അല്ലെ. എക്സ്പോണന്റ് പാർട്ട് മാത്രം നോക്കുകയാണ്. എക്സ്പോണന്റ് പാർട്ടില് എയുടെ പാർട്ടാണ് ഗ്രേറ്റർ എങ്കിൽ എന്താ ചെയ്യേണ്ടത്, c of k0 അല്ലെ, k0 എന്ന് പറയുന്ന പൊസിഷനിൽ a of i0 എടുത്ത് റൈറ്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞു എക്സ്പോണന്റ് പാർട്ട് സെയിം അല്ലെങ്കിൽ എന്താണ്, ഗ്രേറ്റർ ആണോ ലെസ് ആണോ നോക്കണം അല്ലെ. ഇപ്പൊ ഇവിടെ ഗ്രേറ്റർ ആണെങ്കിൽ എന്താണ്, എയുടെ വാല്യൂ എടുത്തിട്ട് കോഎഫിഷ്യന്റ് പാർട്ടിലും അതുപോലെ എക്സ്പോണന്റ് പാർട്ട് എടുത്തിട്ട് സിയുടെ എക്സ്പോണന്റ് പാർട്ടിലും റൈറ്റ് ചെയ്യുക. വേറെ ചേഞ്ച് ഒന്നും അവിടെ വരുന്നില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്, ഇവിടെ കെയും അതുപോലെ ഐയും ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, ഇവിടെ 2 പാർട്ട് നമ്മൾ എഴുതിയില്ലേ, അത് കഴിഞ്ഞിട്ട് അടുത്ത ടേമിലോട്ട് പോകണ്ടേ, അടുത്ത ടേമിലോട്ട് പോകണം. അപ്പൊ എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഈ ഒരു പാർട്ടിനെ നമുക്ക് സിയിലോട്ട് റൈറ്റ് ചെയ്തിട്ട് ഇൻഡെക്സ് പാർട്ടിനെ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സപ്പോസ് ഇതും അല്ല കണ്ടീഷൻ എങ്കിൽ എന്തായിരിക്കും, ലെസ് ആയിരിക്കും അല്ലേ, എന്ന് പറയുന്നത് ലെസ് ആയിരിക്കും, ബിയെക്കാളും ലെസ് ആയിരിക്കും. ലെസ് ആണെങ്കിൽ എന്താ കണ്ടീഷൻ പറയേണ്ടത്, ഇവിടെ നമ്മൾ എയുടെ വാല്യൂ റൈറ്റ് ചെയ്തെങ്കിൽ ഇവിടെ ഈ പോർഷനിൽ വരുമ്പോൾ എന്താണ്, ബിയുടെ വാല്യൂ റൈറ്റ് ചെയ്യാം. ഓക്കെ, ബിയുടെ കോഎഫിഷ്യന്റ് പാർട്ട് എടുത്ത് സിയിലോട്ടും അതുപോലെ എക്സ്പോണന്റ് പാർട്ട് എടുത്ത് സിയുടെ എക്സ്പോണന്റ് പാർട്ടിലോട്ടും റൈറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം 2 ഇൻഡെക്സും ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതാണ് ഇതിൽ വരുന്ന ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ലൂപ്പ് ക്ലോസ് ചെയ്യുകയാണ്. അപ്പൊ ഇത് കണ്ടിന്യൂ ചെയ്യും അല്ലെ, ഓരോ ടേമും എടുത്തിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യും. കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ടീഷൻ ഇതാണല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞ ആദ്യത്തേൽ 3 ടേം ഉണ്ട്, രണ്ടാമത്തേൽ 2 ടേമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരെണ്ണം എക്സ്ട്രാ ഒന്നും അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന കണ്ടീഷനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടേ, അങ്ങനെ വരുന്ന കണ്ടീഷനിൽ ലൂപ്പിൽ പുറത്തിറങ്ങിയ ശേഷം കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ഇഫ് എന്താണ്, ഐ ലെസ് ദാൻ എം ആണോ നോക്കുക. ഐ ഇൻക്രീസ് ചെയ്ത് ലാസ്റ്റ് നിൽക്കുക അല്ലെ. ഐ ലെസ് ദാൻ നമ്പർ ഓഫ് ടേംസ്, അതായത് എയുടെ നമ്പർ ഓഫ് ടേംസ് ആണോ നോക്കുക. ആണെങ്കിൽ എന്താ ചെയ്യേണ്ടേ,
ബാക്കിയുള്ള ടേം അതുപോലെ ഇങ്ങോട്ട് റൈറ്റ് ചെയ്യണം അല്ലേ. അതിനുവേണ്ടി ഇവിടെ വീണ്ടും ഒരു ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഐ ഇവിടെ റീഇനിഷ്യലൈസ് ചെയ്യാൻ പാടില്ല അല്ലേ, കാരണം ഇത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി. അപ്പൊ ഐയുടെ വാല്യൂ ഇവിടെ ഇതിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് എന്താണോ അത് വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ ഇവിടെ ഫോർ ലൂപ്പിലെ കണ്ടീഷൻ എന്താണ്? ഐ ലെസ് ദാൻ എം ആണോ നോക്കുക. ഐ ലെസ് ദാൻ എം ആകുന്നിടം വരെ ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഐ ഇൻക്രീസ് ചെയ്യാം. ഈ ഒരു പർട്ടിക്കുലർ പൊസിഷൻ എത്തുമ്പോൾ എന്താണ്? സി ഓഫ് കെ സീറോ ഈക്വൽ ടു എ ഓഫ് ഐ സീറോ. ഓക്കെ, ഇവിടെ കെ സീറോ തന്നെ കൊടുക്കുക. കെ സീറോ ഈക്വൽ ടു എ ഓഫ് ഐ സീറോ അല്ലെ, രണ്ടിലെയും സീറോത്ത് പൊസിഷൻ ആണ് എടുക്കുന്നത് അല്ലെ. എയുടെ സീറോത്ത് പൊസിഷൻ എടുത്തിട്ട് എന്താണ് സിയിലോട്ട് റൈറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? അതായത് എക്സ്പോണന്റ് പാർട്ട് എടുത്ത് കോഎഫിഷ്യന്റ് പാർട്ട് എടുത്ത് അതുപോലെ റൈറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് സെക്കൻഡ് വരുമ്പോൾ എന്താണ്? കെ വൺ ഈക്വൽ ടു സി ഓഫ് കെ വൺ ഈക്വൽ ടു എ ഓഫ് ഐ വൺ അല്ലെ, അതിന്റെ എക്സ്പോണന്റ് പാർട്ട് എടുത്ത് അതുപോലെ എഴുതുക. അപ്പോൾ കോഎഫിഷ്യന്റ് പാർട്ടും എഴുതി, എക്സ്പോണന്റ് പാർട്ടും അതുപോലെ എഴുതുക. അതിനുശേഷം എന്താണ്? ഇവിടെ കെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക അല്ലെ. ഐ ഞാൻ ഇവിടെ ഇൻക്രീസ് ചെയ്യാത്ത കാര്യം എന്താ? ഈ ലൂപ്പിനകത്ത് ഇൻക്രീസ് കൊടുക്കുന്നുണ്ട്. മനസ്സിലായി? ഇവിടെ ഐ ലൂപ്പാണ് കൊടുത്തെങ്കിൽ നമ്മൾ ഇവിടെ ഐ പ്ലസ് പ്ലസും കൂടെ കൊടുക്കണം. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് ഈ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് വീണ്ടും അടുത്ത കണ്ടീഷൻ എന്താണ്? സെക്കൻഡ് ടേമിൽ ഇനി എക്സ്ട്രാ ടേം ഉണ്ടെങ്കിൽ അല്ലെ, അത് അതുപോലെ എഴുതണം അല്ലെ. ഇത് ഫസ്റ്റ് ടേമിൽ എക്സ്ട്രാ ടേംസ് ഉണ്ടെങ്കിൽ അത് അതുപോലെ എഴുതുക. അതല്ല സെക്കൻഡ് ടേമിലാണ് എക്സ്ട്രാ ടേം കിടക്കുന്നതെങ്കിൽ എന്താണ്? ഈ ഇഫിൽ കയറും. ഈ ഇഫിൽ കയറിയിട്ട് വീണ്ടും സെയിം തന്നെയാണ് ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യുക. ഇവിടെ ഇനിഷ്യലൈസേഷൻ കൊടുക്കണ്ട, കാരണം ജെ എത്രയാണോ മാക്സിമം നിൽക്കുന്നത് അതിൽ നിന്ന് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അതിനുശേഷം എന്താണ്? ജെ ലെസ് ദാൻ എൻ ആണോ നോക്കി, ആണെങ്കിൽ എന്ത് ചെയ്യാം? ജെ ഇൻക്രീസ് ചെയ്യാൻ പറഞ്ഞു അല്ലെ. അതുപോലെ ഈ ലൂപ്പിൽ കയറുന്ന സമയത്ത് സി ഓഫ് കെ സീറോ ഈക്വൽ ടു ബി ഓഫ് ജെ സീറോ അല്ലെ. അത് കഴിഞ്ഞ് അടുത്തെന്താണ്? സി ഓഫ് കെ വൺ ഈക്വൽ ടു ബി ഓഫ് ജെ വൺ. ഓക്കെ, അപ്പൊ ഇതില് കോഎഫിഷ്യന്റ് പാർട്ട് എടുത്ത് സിയിലോട്ടും അതുപോലെ എക്സ്പോണന്റ് പാർട്ട് എടുത്ത് സിയിലെ എക്സ്പോണന്റ് പാർട്ടിലോട്ടും റൈറ്റ് ചെയ്തു. റൈറ്റ് ചെയ്തതിന് ശേഷം കെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ജെ ഇൻക്രീസ് ചെയ്യേണ്ട, ഞാൻ എന്താണ് ഇവിടെ ഫോർ ലൂപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെയും സെയിം തന്നെയാണ്. ഞാൻ വൈ ലൂപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ആ ജെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പിന്നെ പോളിനോമിയൽ അഡീഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ ഇത് അറിയിക്കാവുന്നതാണ്. ഏത് പാർട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ ഇന്ന് പറഞ്ഞ വീഡിയോ എല്ലാവർക്കും മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റിലൂടെ അറിയിക്കാം. ഓക്കെ, നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.